ഋതിക മാഡത്തിന്റെ അമ്മ ആരാണ്? അവര് ഉടനെ മാഡത്തിനെ തിരക്കി വരുമായിരിക്കും. മകൾക്ക് എന്നോടൊപ്പമുള്ള ജീവിതം സേഫ് ആണെന്ന് അവര് കരുതി കാണും. അതായിരിക്കും എന്നോട് ഋതിക മാഡത്തെ കല്യാണം കഴിക്കാൻ അവര് പറഞ്ഞത്. മന്ത്രിമാരെയൊക്കെ ആവശ്യമില്ലാതെ വിളിച്ച പോലീസുകാര് തൂക്കിയെടുത്ത് അകത്തിടുവോ? ഇല്ല, ഞാൻ മന്ത്രിയുടെ ബന്ധുവല്ലേ, വിളിക്കാം. എന്റെ പൊന്നേ, നമ്പർ കണ്ടുപിടിക്കാൻ ഞാൻ പെട്ട പാട് എനിക്കേ അറിയാവേ. മന്ത്രി സാറാണോ? വിദ്യാഭ്യാസ മന്ത്രി? അതെ, മന്ത്രിയാണ്. ദൈവമേ, മന്ത്രി സാർ നേരിട്ട് എന്റെ ഫോൺ എടുത്ത്. എനിക്കിനി മരിച്ചാ മതി. എനിക്കും ഉണ്ടല്ലോ ബന്ധുവായ ഒരു മന്ത്രി. ഈശ്വരാ. അല്ല, ആരാ? മനസ്സിലായില്ല. മനസ്സിലായില്ലേ? ഞാനേ രാജുവിന്റെ വല്യമ്മ. അന്ന് ഓണാഘോഷത്തിന്റെ അന്ന് ഞാനും സാറും കൂടെ പരിചയപ്പെട്ടതല്ലേ. കൈകൊട്ടിക്കളി ആശാട്ടി. മനസ്സിലായി. കലാമണ്ഡലം അമ്മിണിയമ്മ അല്ലേ? അല്ല, കലാമണ്ഡലം അമ്മിണിയമ്മ വേറെ. ഞാൻ കലാമണ്ഡലം കൊച്ചമ്മിണി. മനസ്സിലായി. പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷങ്ങള്. ഞാൻ മരുമോളുടെ കാര്യം പറയാൻ വിളിച്ചതാ. എന്താ ഋതുമോൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അവിടെ? അയ്യോ, മോളിവിടെ സന്തോഷത്തോടെ ചിരിച്ച് കളിച്ച് രസിച്ച് കഴിയുന്നു. ഒരു പ്രശ്നവും ഇല്ല. സന്തോഷം. മോളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാ, ഒരച്ചമ്മയെ പോലെ. ഇനി എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിക്കൊള്ളാം. ആയിക്കോട്ടെ. വേണ്ട, ഇനിയും ഞാൻ വിളിക്കും. കുഴപ്പമൊന്നുമില്ലല്ലോ സാറേ? എന്തു കുഴപ്പം? അല്ല, വല്ല പോലീസുകാരും എന്നെ തിരക്ക് വരുവോ? ഒരു പോലീസുകാരും വരില്ല. അമ്മിണി അമ്മയ്ക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ എന്നെ വിളിച്ചു. ഓക്കെ. ഹലോ ഹലോ. ഓ അച്ചോ. അങ്ങനെ മന്ത്രി വരെ എന്റെ ആളായി. ഇനി കൊച്ചമ്മണി ഒരു വാരും. കൊച്ചമ്മണി കൊച്ചമ്മ എന്ന് നാട്ടുകാരെ കൊണ്ട് ഞാൻ എന്നെ വിളിപ്പിക്കും. അത് ചേച്ചി മിസ് ചെയ്യുന്നു മുത്തശ്ശി. ഉള്ളില് വല്ലാത്തൊരു വിങ്ങല്. മോളെ, ചേച്ചി കല്യാണം കഴിച്ച് അവളുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയതല്ലേ? അമേരിക്കയിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ അല്ലല്ലോ പോയത്. ഇവിടെ അടുത്ത് തന്നെയല്ലേ രാജുവിന്റെ വീട്. അവള് വരും മോളെ. ചേച്ചിയെ അവിടെ പോയി കാണാൻ പറ്റില്ലേ? ആവശ്യമെങ്കിൽ പോയി കാണാം. പക്ഷേ അതിനൊക്കെ ചില ആചാരങ്ങളുണ്ട്. അത് ലംഘിക്കേണ്ടെന്ന് കരുതിയ മോളെ. ഇക്കാലത്ത് എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് ഇതിന് പരിഹാരമായിട്ട്. ടെക്നോളജി ഇത്രയും വളർന്ന കാലത്ത് മിസ്സിംഗ് എന്നൊരു സംഗതിയേ ഇല്ല. മോൾക്ക് അവളെ ഫോൺ ചെയ്യാം, അതുപോലെ മെസ്സേജ് ചെയ്യാം, വീഡിയോ കോൾ ചെയ്ത് പരസ്പരം കണ്ടു സംസാരിക്കാം. തൽക്കാലം മോൾ അങ്ങനെ വല്ലതും ചെയ്യും. മോള് വിഷമിക്കാതെ ചെല്ല്. മോള് കാപ്പി കുടിക്ക്, പരിവേശം മാറട്ടെ. കുടിച്ചോളാം. രാധമ്മയും പെൺമക്കളും യൂണിയനാ മോള്. സമരസമിതി കൺവീനറാ എന്റെ മരുമോള് പ്രിയ. എല്ലാത്തിനും ഒരു തൊഴുത്തിക്കെട്ട. എന്റെ രാധമ്മ പാവ. അവള് പാവമല്ല, പാവയാ. എന്റെ പൊന്നു മോളെ, മോളൊരു പാവ ആയതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ഈ രാധമ്മയുണ്ടല്ലോ, പാഷാണം. മൂത്ത മോള് ഫ്യൂരിഡാൻ, ഇളയ കാന്താരി ആ രുക്മിണിയുടെ മരുമോള്. അവള് എലിവേഷം.
വല്യമ്മ അങ്ങനൊന്നും പറയരുത്. വേണ്ട, മോളിങ്ങനെ പാലും വെള്ളം പോലെ മണഗുണാഞ്ചി ആവരുതേ. നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കണം. അവരെന്തെങ്കിലും പറയുകയാണെങ്കിലേ അവരെ നേരെ നല്ല ജിൽ ജിൽ എന്ന് പറഞ്ഞ് തുള്ളിക്കൊണ്ടിരിക്കണം. എന്നിട്ടും അവര് വഴങ്ങിയില്ലെങ്കിൽ രാജുവിനെയും കൂട്ടി മോളുടെ കൊട്ടാരത്തിലേക്ക് പൊക്കോളണം. പിന്നെ കാല് പിടിച്ച് അപേക്ഷിച്ചാലും തിരിച്ചു വരരുത്. ഈ വല്യമ്മ കൂടെ ഇല്ലെന്നുള്ള വിഷമമൊന്നും വേണ്ട, ഞാനും കൂടെ വരാം. ഇനി ജീവിത അവസാനം വരെ ഈ വല്യമ്മ ധൃതിയ മോളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇവൾമാരൊക്കെ പോട്ടെന്നേ, എന്റെ ഹൃദയ മോക്ക് ഈ വല്യമ്മ ഒരു താങ്ങും തണലും ആയിരിക്കും, അത് ഉറപ്പ്.